കെ.പി.സി.സി പുനഃസംഘടനാ വിഷയത്തിൽ പറയാനുള്ളത് നാളെ പറയുമെന്ന് കെ സുധാകരൻ. പറയേണ്ട ദിവസം നാളെ കഴിഞ്ഞു വരും, അന്നേരം നിങ്ങളെ കാണാമെന്നും സുധാകരൻ പറഞ്ഞു. അതിനിടെ വി.എം. സുധീരനെ വസതിയിലെത്തി സുധാകരൻ കണ്ടു. ഞാനൊന്നും പറയുന്നതോട് പറയേണ്ട ദിവസം നാളെ കഴിഞ്ഞു വരും, അന്നേരം നിങ്ങളെ കാണാം കേട്ടോ. വിജിൻ ചേരുന്നു. വിജിൻ, വി.എം. സുധീരനെ വീട്ടിലെത്തി സുധാകരൻ കണ്ടിരിക്കുന്നു. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? എന്തായാലും കെ സുധാകരനെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റണമെന്ന ചർച്ചയും പ്രചാരണവും ഒക്കെ നടക്കുന്നതിനിടയിലും ഹൈക്കമാൻഡ് നിലവിൽ ഇപ്പോഴും സമ്മർദ്ദത്തിൽ തന്നെയാണ്. ഇത്തരത്തിലൊരു നീക്കം പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ളവർ ചേർന്നാണ് നടത്തിയത്. കെ സുധാകരനെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റണം, അനാരോഗ്യം കാരണം അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ കൃത്യമായി നടക്കുന്നില്ല എന്നതൊക്കെയായിരുന്നു അതിന് കാരണമായി പറഞ്ഞത്. പക്ഷേ അത് പൂർണ്ണമായും തള്ളി ദില്ലിയിൽ നിന്ന് തിരിച്ചെത്തിയ ശേഷം സുധാകരൻ തന്നെ അതിൽ കൃത്യമായ വ്യക്തത വരുത്തിയിരുന്നു. തന്നോട് മാറാൻ ഹൈക്കമാൻഡ് ആവശ്യപ്പെട്ടിട്ടില്ല എന്നുള്ള തുറന്നു പറച്ചിലും ഒപ്പം തന്നെ ഏറ്റവും ശക്തമായ നിലപാടുമൊക്കെ സ്വീകരിച്ചിരുന്നു. അതിനെ തുടർന്നാണ് നിലവിൽ സുധാകരനെ മാറ്റാനുള്ള തീരുമാനം അത്ര പെട്ടെന്ന് കൈക്കൊണ്ടാൽ അത് വലിയ തരത്തിലുള്ള പൊട്ടിത്തെറിയിലേക്ക് കാര്യങ്ങൾ എത്തിക്കും എന്നുള്ള നിലപാടിലേക്ക് നിലവിൽ ഹൈക്കമാൻഡ് എത്തിയിട്ടുള്ളത്. സുധാകരനെ മാറ്റും എന്ന പ്രചാരണം ഒരു പ്രത്യേക കേന്ദ്രത്തിൽ നിന്ന് ഉണ്ടാകുന്നതാണ്, അത്തരം വാർത്തകളും അങ്ങനെ തന്നെ ഉണ്ടാകുന്നതാണ് എന്നുള്ള ഒരു വിലയിരുത്തൽ കൂടി, നിഗമനം കൂടി നിലവിൽ ഹൈക്കമാൻഡിനുണ്ട്. ഒപ്പം തന്നെ കെ.സി. വേണുഗോപാൽ ഉൾപ്പെടെയുള്ളവരും ഇക്കാര്യത്തിൽ കടുത്ത അമർഷത്തിലുമാണ്. അങ്ങനെ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിൽ നിലവിൽ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഉൾപ്പെടെ വരാനിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഈ സുധാകരനെ മാറ്റാനുള്ള ഒരു തീരുമാനം അദ്ദേഹത്തെ അനുനയിപ്പിക്കാതെ എടുത്താൽ അത് വലിയ പൊട്ടിത്തെറിയാകും എന്നുള്ളതാണ് നിലവിൽ കരുതുന്നത്. രമേശ് ചെന്നിത്തല ഒപ്പം തന്നെ ശശി തരൂർ ഉൾപ്പെടെയുള്ള പ്രവർത്തക സമിതി അംഗങ്ങളും സുധാകരന് പിന്തുണ നൽകിയിട്ടുണ്ട്. ഇന്നലെ എ.കെ. ആന്റണിയെ പോയി സുധാകരൻ കാണുകയും അദ്ദേഹത്തിന്റെ പിന്തുണ ഉറപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് മുൻ കെ.പി.സി.സി അധ്യക്ഷന്മാരായിട്ടുള്ള ഈ വി.എം. സുധീരനെയും ഒപ്പം തന്നെ മറ്റ് നേതാക്കളെയും ഒക്കെ സുധാകരൻ കാണുകയും ഫോണിൽ ബന്ധപ്പെടുകയും ഒക്കെ ചെയ്തിട്ടുള്ളത്. എന്തായാലും നിലവിൽ വി.ഡി. സതീശനും ഒപ്പം തന്നെ സുധാകരനെ മാറ്റണമെന്ന് ആവശ്യപ്പെടുന്ന വിഭാഗത്തിനും വലിയ തിരിച്ചടി തന്നെയാണ്. എന്തായാലും ഇന്ന് നിലവിൽ ഇപ്പോൾ വി.എം. സുധീരനുമായി അല്പസമയം മുമ്പാണ് കെ സുധാകരൻ കൂടിക്കാഴ്ച നടത്തിയത്. അദ്ദേഹത്തിന്റെ പിന്തുണ ഉറപ്പിക്കുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, മറ്റ് പാർട്ടിയിലെ വിഷയങ്ങൾ, തനിക്കെതിരായി നടക്കുന്ന പ്രചാരണം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ വി.എം. സുധീരനുമായി കെ സുധാകരൻ സംസാരിച്ചു എന്നുള്ളതാണ് വ്യക്തമാകുന്നത്. എന്തായാലും സൗഹൃദ കൂടിക്കാഴ്ച മാത്രമാണ് എന്ന് പറയുമ്പോഴും നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ പ്രത്യേകിച്ച് കോൺഗ്രസിലെ വലിയ തരത്തിലുള്ള തർക്കം കെ.പി.സി.സി പ്രസിഡന്റിനെ മാറ്റുന്നതുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന സാഹചര്യത്തിൽ വി.എം. സുധീരനുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് വലിയ പ്രസക്തിയാണുള്ളത്. എന്തായാലും നിലവിൽ ഇപ്പോൾ എ.ഐ.സി.സി തീരുമാനിച്ചിരിക്കുന്നത് സുധാകരനുമായി ഒരിക്കൽ കൂടി ചർച്ച നടത്തി, അതായത് മറ്റ് വിവാദങ്ങൾ ഒഴിവാക്കിയ ശേഷം ഒരിക്കൽ കൂടി കൂടിക്കാഴ്ച നടത്തി അല്ലെങ്കിൽ ചർച്ച നടത്തി അദ്ദേഹത്തെ അനുനയിപ്പിച്ച ശേഷം അങ്ങനെ ഒരു തീരുമാനം മാറ്റണമെന്ന തീരുമാനത്തിലേക്ക് എത്താം എന്നുള്ളതാണ്. പക്ഷേ മറുഭാഗം വ്യക്തമാക്കുന്നത് ഏതു സമയത്തും പ്രസിഡന്റായി ആന്റോ ആന്റണിയെ പ്രഖ്യാപിച്ചുകൊണ്ടുള്ള തീരുമാനം എ.ഐ.സി.സിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകും എന്നുള്ളതാണ്. നേരത്തെയൊക്കെ അങ്ങനെ ഒരു ഇടപെടലൊക്കെ ഹൈക്കമാൻഡിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ സുധാകരന്റെ കാര്യത്തിൽ അങ്ങനെ ഒരു തീരുമാനം കൈക്കൊണ്ടാൽ അത് എത്രമാത്രം തിരിച്ചടിയും പൊട്ടിത്തെറിയും കോൺഗ്രസിൽ ഉണ്ടാക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം വലിയ ജനസ്വകാര്യതയുള്ള കോൺഗ്രസിലെ നേതാവും മുതിർന്ന നേതാവും കൂടിയാണ് കെ സുധാകരൻ. അതുകൊണ്ട് തന്നെയാണ് ഇക്കാര്യത്തിൽ എ.ഐ.സി.സിയും സമ്മർദ്ദത്തിലാവുകയും നിലവിൽ ഒരു തീരുമാനം കൈക്കൊള്ളാനുള്ള ഒരു പ്രശ്നത്തിലേക്ക് ഹൈക്കമാൻഡ് എത്തുകയും ചെയ്തിട്ടുള്ളൂ. എന്തായാലും മുതിർന്ന നേതാക്കളുടെ പിന്തുണ കൂടി ഉറപ്പിച്ച് പ്രസിഡന്റ് സ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് കഴിയും വരെ തുടരാമെന്നുള്ള ഒരു ചിന്തയിൽ തന്നെയാണ് നിലവിൽ സുധാകരൻ പോകുന്നത്. അത്തരം നീക്കങ്ങളാണ് സുധാകരൻ നടത്തുകയും ചെയ്തത്. എന്തായാലും ഇന്ന് വ്യക്തമാക്കിയത് ഇന്ന് രാത്രിയോടുകൂടി സുധാകരൻ കണ്ണൂരിലേക്ക് പോകും. അതിനുശേഷം മറ്റന്നാൾ തിരിച്ചെത്തിയ ശേഷം പ്രതികരിക്കാം എന്നുള്ളതാണ് സുധാകരന്റെ ഭാഗത്തുനിന്ന് ഇന്ന് വന്നിട്ടുള്ള പ്രതികരണം. മറ്റൊരു കാര്യങ്ങളും ഇതുമായി ബന്ധപ്പെട്ട് സുധാകരൻ വ്യക്തമാക്കുകയും ചെയ്യുന്നില്ല. എന്തായാലും നിലവിൽ സുധാകരനോട് മാറേണ്ടി വരുമെന്ന കാര്യം നിലവിലെ സാഹചര്യത്തിൽ ഹൈക്കമാൻഡും സുധാകരനെ അറിയിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. ഷമി, കെ.പി.സി.സി അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് തന്നെ അപമാനിച്ച് ഇറക്കിവിടാനുള്ള നീക്കത്തിനെതിരെ അതിശക്തമായ പ്രതിരോധമാണ് കെ സുധാകരൻ തീർക്കുന്നത്. ഇന്ന് മുതിർന്ന നേതാവ് വി.എം. സുധീരനുമായി സുധാകരൻ കൂടിക്കാഴ്ച നടത്തി. വിജിൻ വായന്തോടാണ് വിശദാംശങ്ങൾ നൽകിയത്.